ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുപ്പാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു വിശേഷം കേട്ടാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നികേഷ് ആ ഫോട്ടോസൊക്കെ ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പം തൻ്റെ അമ്മയോട് ചേർന്ന് അമ്മ തന്നെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ മാത്രമേ ഇല്ല. അപ്പം നികേഷ് അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷിൻ്റെ, സുധീഷിൻ്റെ, ഹരീഷിൻ്റെ ഒക്കെ മുഖം മാറുകയാണ്. അപ്പോൾ അവന് വിഷമം വരുന്നു എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലാവണം. അപ്പം ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു സ്ത്രീയുടെ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതാരാണ് അമ്മയെ കൂടാണ്ട് വേറൊരു ഫോട്ടോ? അപ്പം സുഭാഷ് ആരോ ആണെന്നുള്ള പറയുന്നുണ്ട്, അത് ചെറിയമ്മയുടെ ഫോട്ടോയാണ്. അപ്പം രണ്ട് ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതല്ല. കാര്യം വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യനാണ്, അതൊരു മലയാളി പോലെ അങ്ങനെ തോന്നിയില്ല നികേഷിന്. അപ്പം നികേഷ് പറയുന്നുണ്ട്, എന്നെയാണ് ഇവർ കൂടുതൽ എടുത്തേക്കുന്നത്. അമ്മയോട് ചേർന്ന് അമ്മ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ല, ഈ സ്ത്രീ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസാണ് കൂടുതലും. അതെന്താ അങ്ങനെ? ഇവരെന്തിനാണ് എടുത്ത? ഈ സ്ത്രീ ആരാ എന്നൊക്കെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷൊക്കെ ആകെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ അവൻ്റെ വിഷമം കണ്ടപ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഭാസ്കർ അവിടെ വെളിയിൽ ഇരിപ്പുണ്ട്. ഭാസ്കർ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കൂനുമേ കുരു എന്ന് പറയുന്ന അവസ്ഥയാണ്. മേളിൽ ഇരുന്ന ആ തട്ടിൻപുറത്ത് ഇരുന്ന സാധനങ്ങൾ ആ ചാക്ക് കെട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഈ ഫോട്ടോസും കാര്യങ്ങളും നികേഷ് കാണാനും തൻ്റെ അമ്മയെ എടുക്കുന്നതിന് പകരം വേറൊരു നോർത്ത് ഇന്ത്യൻ സ്ത്രീ തന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ നികേഷ് കണ്ടത്. അപ്പോൾ ഇത് ആരാ എന്താണെന്നറിയണം എന്നുള്ള രീതിയിൽ നികേഷ് കിടന്ന് ആകെ പരിഭ്രാന്തിപ്പെടുകയാണ് കേട്ടോ. എന്നെ എന്തിനാ ഇവരെടുത്തത്, ഇവരെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നികേഷ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നേരെ വെളിയിൽ ഭാസ്കറിൻ്റെ അടുത്ത് ചെല്ലണം. അപ്പോൾ ഭാസ്കറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതെ ഈ സ്ത്രീ ഏതാണ്? ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തത്? ഈ സ്ത്രീ ആരാ? നിങ്ങളെ എൻ്റെ അമ്മയെ കൊന്ന ശേഷം നിങ്ങളെ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നികേഷിന് പണ്ട് ഗംഗാധരൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരെയാണ്. സുനന്ദയുടെ അയാൾ എന്ന് വെച്ചാൽ പണ്ട് ഭാസ്കരൻ സ്വന്തം ഭാര്യയെ കൊന്ന ശേഷം കുറച്ച് നാൾ ജയിലിലായിരുന്നു. എന്നിട്ടൊരു നോർത്ത് ഇന്ത്യൻ പെണ്ണിനെയും കൊണ്ട് ഇവിടെ നാട്ടിൽ വന്നു എന്നുള്ളതൊക്കെ നികേഷിന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നികേഷ് അയാൾ പറഞ്ഞിങ്ങനെ കേട്ടൊക്കെയാണ്. അപ്പം നികേഷിനൊരു സംശയം, ഇത് ആരാ എന്തെന്നൊക്കെ അറിയണം. അങ്ങനെ ഭാസ്കറിൻ്റെ അടുത്ത് ചെന്ന് എതിർക്കുകയാണ്. ഇതാരാ? എന്തിന് ഈ സ്ത്രീയുടെ കയ്യിൽ എന്നെ കൊടുത്തു? ഇവരെന്തിനാ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്? എന്തിനാ ഇവരെ ചേർത്ത് നിർത്തി ഫോട്ടോ? അങ്ങനെ നൂറ് ചോദ്യങ്ങൾ നമ്മുടെ നികേഷ് ഇങ്ങനെ ചോദിക്കുകയാണ്. ഭാസ്കരൻ എന്ത് പറയണമെന്നറിയില്ല. സുഭാഷാണെങ്കിൽ അതിനേക്കാളേറെ സങ്കടപ്പെടുക. കാരണം അവൻ്റെ സങ്കടം കണ്ടപ്പം നിധിക്ക് ഉൾപ്പെടെ വല്ലാത്തൊരു വിഷമം. കാരണം അവ ഒരു വല്ലാത്ത പരിഭ്രാന്തനായിട്ടാണ് ഇങ്ങനെ ചോദിക്കണത്. ഇവരെന്തിന് ഈ നോർത്ത് ഇന്ത്യൻ സ്ത്രീയായിട്ട് എനിക്ക് എന്നെ എന്ത് ബന്ധം? ഇവരാരും എടുത്തിട്ടില്ലല്ലോ, എന്നെ മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. എന്തിനാ ഇവരെടുത്തത്? നിങ്ങൾ പറയണമെന്നും പറഞ്ഞ് ഭാസ്കറിൻ്റെ അടുത്ത് ചെന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഈ സ്ത്രീ ആരാ, എന്താ, എന്തിനെന്നെ എടുത്തു? അങ്ങനെ 100 ക്വസ്റ്റ്യങ്ങളുമായിട്ട് അവസാനം ഭാസ്കറിന് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് ഭാസ്കറിന് അവസാനം ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അതെ അവരെ എടുത്തേക്കണത് അവരെ അമ്മ, നിന്നെ എടുത്തേക്കണത് നിൻ്റെ അമ്മ. അപ്പം നികേഷ് ചോദിച്ചു, എന്ത് എൻ്റെ അമ്മയോ, ഈ സ്ത്രീയോ? അപ്പം ഭാസ്കരൻ പറഞ്ഞു, എന്തേ നിനക്ക് മനസ്സിലായില്ല? അപ്പം നമ്മുടെ സുഭാഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, അച്ഛാ പറയണ്ട. അപ്പോൾ സുഭാഷ് വന്നിട്ട് പറയാം, നിനക്ക് എന്നെ പറ്റി? അച്ഛൻ ബൂസായിട്ട് ഏതാണ്ടൊക്കെ പറയണതാ. അപ്പം നികേഷിൻ്റെ മുഖം അങ്ങ് മാറണം കേട്ടോ. എന്താ ഈ പറയണേന്ന്? അതായത് അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും രണ്ടാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം നികേഷിൻ്റെ ഉള്ളിൽ വരെയാണ്. അപ്പം നികേഷ് ഭാസ്കറിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, അപ്പം ഇവരെ അമ്മയല്ലേ എൻ്റെ അമ്മ? ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ സ്ത്രീക്ക് ഉണ്ടായതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതല്ലേ നിന്നോട് പറഞ്ഞത്, ഈ ഫോട്ടോയിൽ നിന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നിൻ്റെ അമ്മ, അവരെടുത്തുകൊണ്ട് നിൽക്കുന്നത് അവരുടെ അമ്മ. അത് നിനക്ക് വ്യക്തമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് നികേഷിന് അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. നികേഷ് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇതായിപ്പോയി, ഭയങ്കര ഷോക്കായി പോവാണ്. ഇത്രയും നാളും തന്നെ അടുത്ത് പറയാതിരുന്നത് എന്താണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നികേഷ് അങ്ങ് ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നികേഷ് കുറേ ഒച്ച എടുത്തിട്ട് ഭാസ്കറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വരണം. ഭാസ്കരൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഞാനാണോ തെറ്റ് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? നിൻ്റെ മച്ചിൻപുറത്ത് പോയി അതൊക്കെ എടുത്തുകൊണ്ടെന്ന് ഇപ്പോൾ കാണിക്കാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അച്ഛൻ ഇതെന്തിൻ്റെ പണിയാ? അച്ഛൻ എന്തിൻ്റെങ്കിലും കേടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് കുറേ അങ്ങോട്ട് ഒച്ചയെടുത്തു ഭാസ്കറിന്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നീയൊക്കെ അല്ലേ ഇപ്പോൾ ഈ വിന ഉണ്ടാക്കി വെച്ചത്? ചെന്നാൽ പോയി ഇല്ലാത്ത ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടെന്ന് ഇപ്പോൾ അവനെ കാണിച്ചത് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ച് ഭാസ്കർ ഒച്ചയെടുക്കുകയാണ്.
പക്ഷേ നികേഷിന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം നികേഷ് കരഞ്ഞ് ചങ്ക് തകർന്ന് നിൽക്കുന്ന രീതിയിൽ വന്നിട്ട് ചോദിച്ചു, അപ്പം നിങ്ങളുടെ അമ്മ വേറെ അല്ലേ, എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും രണ്ടും രണ്ടല്ലേ എന്നിങ്ങനെ ചങ്ക് പൊട്ടി ചോദിക്കാൻ കേട്ടോ. നിധിക്ക് പോലും അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അവസാനം സുധീഷിന് ഇത് കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് സുധീഷ് ഭാസ്കറിനെ അങ്ങോട്ട് തല്ലാനൊക്കെ പോവാണ്. അപ്പം നിധി സുധീഷിനെ അങ്ങോട്ട് തടഞ്ഞു. സുധീഷെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിധി തടയാണ്. അപ്പം നമ്മുടെ സുഭാഷ് നികേഷിനെ സമാധാനിപ്പിക്കണം, മോനെ അങ്ങനെയൊന്നുമില്ല, അച്ഛൻ വെള്ളം അടിച്ചിട്ട് ഓരോന്നും പറയണേയല്ലേ, അല്ല എനിക്കറിയാം സുഭാഷ് ചേട്ടാ, നിങ്ങൾക്കും അറിയാമായിരുന്നു അല്ലേ എല്ലാവർക്കും, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും എന്നോട് ഇതൊന്നും പറയാതിരുന്നത്? ഇത്രയും നാളും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നോട് പറയാതിരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെടണം കേട്ടോ. അപ്പോൾ സുഭാഷിനാണെങ്കിൽ ചങ്ക് പൊട്ടിപ്പോണെന്ന് വെച്ചാൽ അവൻ വിഷമിക്കുന്നത് അവർക്ക് മൂന്നുപേർക്ക് ഇഷ്ടമല്ല. സുഭാഷിനായിക്കോട്ടെ, സുധീഷിനായിക്കോട്ടെ, ഹരീഷിനായിക്കോട്ടെ. അവൻ സങ്കടപ്പെട്ട് അവർ സഹിക്കില്ല. അമ്മാതിരിയാണ് അവർ കുഞ്ഞിനെ നോക്കും പോലെയാണ് അവനെ നോക്കി വളർത്തി കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ അതായത് സംഭവം വേറൊന്നുമല്ല, ഈ ഭാസ്കരൻ ഭാര്യ മരിച്ച് കുറച്ച് നാൾ ജയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കഥ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്. അതായത് നിധി ചോദിക്കുന്നുണ്ട് ഇതെന്നെ സംഭവം എന്ന്. അപ്പം ഈ സമയത്ത് നമ്മുടെ സുഭാഷും ഹരീഷും കൂടെ നികേഷിനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം നമ്മുടെ സുധീഷ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം കുറച്ച് നാൾ ജയിലിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളൊന്നും പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് കുറേ ഇങ്ങനെ ഇവർ മൂന്നുപേരെയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പം സുഭാഷാണ് അവരെ നോക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭാസ്കർ ഒരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയായിട്ട് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കൂടെ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയാണ് നമ്മുടെ നികേഷ്. അപ്പോൾ അവർക്ക് ആദ്യമൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തിയെന്നൊക്കെയുള്ള പല ചിന്തകളും നാട്ടുകാരൊക്കെ അങ്ങനെയൊക്കെ പല കഥകളും പറഞ്ഞ് അന്നത്തെ അവരുടെ ആ ഒരു മൈൻഡിൽ അങ്ങനത്തെ ഒരു ദേഷ്യമായിരുന്നു. പക്ഷെ നികേഷ് ഇവർ മൂന്നുപേരടുത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു പ്രത്യേക ചിരിയും വാത്സല്യവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് അതെല്ലാം മറന്ന് ഇവർ നികേഷിനെ മൂന്നുപേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർ അവനെ സ്നേഹിക്കാനും അവരെടുത്തുകൊണ്ട് നടക്കാനും ലാളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ നോർത്ത് ഇന്ത്യൻ സ്ത്രീ അങ്ങോട്ട് പോവേ അങ്ങനെ എന്തോ അവരെ കണ്ടില്ല. അപ്പോൾ നികേഷ് ഇവരുടെ കൂടെ ആയിരുന്നു. അങ്ങനെ പിന്നെ നികേഷിനെ ഇവർ സുഭാഷും മറ്റു രണ്ടുപേരും കൂടെയൊക്കെ ചേർന്ന് അവന് ഒരു കുറവില്ലാണ്ട് ഇന്ന് വരെ അവനെ നോക്കി പരിലാളിച്ച് കൊണ്ടുവരികയായിരുന്നു. അപ്പം അങ്ങനെ ഒരു അവസരം പറയേണ്ട അവസരം വന്നതുമില്ല, അവരത് മൂന്നുപേരും അറിയിച്ചിട്ടുമില്ല. ഭാസ്കറിനും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കഥ കേട്ടിട്ട് നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ. പാവം നികേഷാണെങ്കിൽ ആ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി. സുഭാഷ് അതിലേറെ. സുഭാഷ് പറഞ്ഞു, വിട് നീ ആ കേസ് വിട്, ഇപ്പം എന്തായിക്കോട്ടെ, നീ ഞങ്ങളുടെ അനുജൻ തന്നെയാണ്, പിന്നെന്താണ്, അമ്മ രണ്ടായിക്കോട്ടെ, അതിനിപ്പോൾ എന്താണ്, അതിന് കുഴപ്പം തന്നെയാണ്, നീ ഇനി അതും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട, നീ ഞങ്ങളുടെ പൊന്നനുജനാണ്, ഞങ്ങളുടെ മൂന്ന് പേരുടെ എന്നൊക്കെ അവർ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ നികേഷ് പറഞ്ഞു, എന്നാലും ഒരു വാക്ക് നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, നീ ഒന്ന് വന്നേ, പുറത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ മുറ്റത്തോട്ട് കൊണ്ടുപോയി നമ്മുടെ നികേഷിനെ സമാധാനിപ്പിക്കുകയാണ്. നികേഷ് എന്നാലും വിങ്ങി കരയാണ് കേട്ടോ. എങ്കിലും അവൻ കുറേയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹരീഷും അതുപോലെ സുധീഷും നമ്മുടെ നികേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഒരിക്കലും അന്യനായിട്ട് കണ്ടിട്ടില്ല, ഞങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ് നീ, ഇനിയും അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പം നിധിയും പറഞ്ഞു, ഇനി വിഷമിക്കല്ലേ നികേഷ്, നിൻ്റെ സ്വന്തം ചേട്ടന്മാരൊക്കെ അല്ലേ അവർ, പിന്നെ എന്തിനാണ് നീ വിഷമിക്കണേ? അങ്ങനെ അവരെല്ലാവരും കൂടെയൊക്കെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ നികേഷിനെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ നികേഷ് കോളേജിലോട്ട് പോവാണ്. ആ കോളേജിലോട്ട് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഭാസ്കറിനെ കാണുന്നുണ്ട്. അപ്പം മുഖത്ത് നോക്കാണ്ട് പോയപ്പോൾ, നീ എന്തിനാടാ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കണേന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നികേഷിന് ദേഷ്യം വന്നു. ഇത്രയും നാളും നിങ്ങൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പം ഭാസ്കരൻ പറഞ്ഞു, അതിനുള്ളൊരവസരം വന്നില്ല, അതുകൊണ്ടാണ്. എന്തവസരം വന്നില്ല? നിങ്ങൾ എൻ്റെ അമ്മയെ കൊന്നിട്ട് ഈ സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ പോയതെന്നൊക്കെ പറഞ്ഞ് നികേഷ് കുറേ ഒച്ചയെടുക്കണം. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നീ ഒന്ന് പോടാറുക, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും പറയുന്നുണ്ട്. ഇതുവരെ നിൻ്റെ അടുത്ത് പറയാനുള്ളൊരവസരവും കാര്യവും വരാത്തത് കൊണ്ടാണ് നിൻ്റെ അടുത്ത് ഞങ്ങൾ
പറയാതിരുന്നതെന്ന് പറഞ്ഞു. അതിന് നീ എൻ്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇപ്പോൾ ആ തട്ടിമ്പുറത്ത് പോയിട്ട് ഈ ഫോട്ടോയും കാര്യങ്ങളും പോയി എടുത്തുകൊണ്ട് വന്നിട്ടല്ലേ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടായത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഒച്ചയെടുത്തിട്ട് ഭാസ്കരൻ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം നികേഷ് കോളേജിലോട്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ അന്നേ ദിവസം തന്നെ വൈകിട്ടൊക്കെ വൈകിട്ടാവണ സമയത്തും എല്ലാവരുടെ ഉള്ളിലും ഈ സങ്കടങ്ങളൊക്കെ തന്നെയായിരുന്നു. കാരണം നികേഷ് കരഞ്ഞതും അവനെ സമാധാനിപ്പിച്ചു, എങ്കിലും അവൻ അത്ര ഓക്കെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നിധി നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം കോളേജ് വിട്ട സമയം കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നികേഷ് ഇങ്ങ് എത്തേണ്ടതാണ്. അപ്പം അത്രയും നേരമായിട്ടും കാണുന്നില്ല. അപ്പം നിധിക്ക് ആകെ ഒരു ടെൻഷനായി. അപ്പം നിധി നേരെ നമ്മുടെ സുധീഷിനെ വിളിക്കുകയാണ്. അപ്പോൾ സുധീഷ് വലിയ റൊമാൻറ്റിക് മുള്ളിൽ നിധി വിളിക്കണം എന്നുള്ള രീതിയിൽ ഹലോ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ കൊഞ്ചാനായിട്ട് നിന്നപ്പം നിധി പറഞ്ഞേ, അതെ ഞാൻ വിളിച്ചത് അതിനൊന്നും നിങ്ങളോട് സംസാരിക്കാനായിട്ടല്ല, ഇവിടെ നികേഷ് എത്തിയിട്ടില്ല, ഇത്ര നേരം എത്തിയിട്ടില്ലയോ? അതെന്താ? കാരണം നിധി ഒന്ന് വിളിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് പോവാ, നികേഷിനെ കിട്ടുന്നുമില്ല സുധീഷ് എന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ നീ എന്നാ വെച്ചതെന്ന് പറഞ്ഞിട്ട് സുധീഷും വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാ. നിധിക്ക് ആകെ ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് പറ്റി? ഇനി വിഷമമായിട്ട് അവൻ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോയോ? അങ്ങനെയൊക്കെയുള്ള 100 ചിന്തകളാണ്. ഇതേ സമയത്ത് നിധി പിന്നെ പകല് ഇന്നെപ്പോഴോ പിന്നെ നിധിയുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കണം. അതായത് 1-2 ആഴ്ചക്കകത്ത് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും, എനിക്കൊരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നൊരു കമ്പനിയിൽ ജോലിയുണ്ട്, നീ എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നീ ആ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നൊക്കെ അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്കും വലിയ സന്തോഷമായി. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നികേഷ് കോളേജ് വിട്ട് വന്നില്ല എന്നോർത്ത് അടുത്ത സങ്കടം വന്നത്. അവസാനം സുഭാഷ് നികേഷ് എത്തിയോ എന്നറിയാൻ വേണ്ടി പണിസ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ് നിധീനെ. അപ്പം നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ ആകെ പരിഭ്രാന്തിയായിട്ടിരിക്കുക സുഭാഷ് ചേട്ടാ, എന്താ ചെയ്യണേ? അപ്പോൾ സുഭാഷ് പറഞ്ഞു കുറച്ച് നേരം കൂടെ നോക്കാം, മോള് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് സുഭാഷും ഫോൺ വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഹരീഷ് പണിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പം നിധി അവിടെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി ഏട്ടത്തി എന്ന് ചോദിക്കുമ്പം നിധി കാര്യം പറയാണ്, ഇന്നതുപോലെ സുധീഷ് ഇതുവരെ വന്നിട്ടില്ല ഹരീഷ്, എവിടെ പോയി എന്താണ് എന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. വന്നിട്ടില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ, ഫോണും വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് എന്നിങ്ങനെ നിധി പറഞ്ഞു. അങ്ങനെ ഹരീഷ് വെപ്രാളപ്പെട്ട് റോഡിലെങ്ങാനും അവൻ നിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഹരീഷും പോവാണ്. അപ്പോൾ സുധീഷും അന്വേഷിക്കുന്നുണ്ട്, ഹരീഷും അന്വേഷിക്കുന്നുണ്ട്. നിധിക്ക് ആകെ ടെൻഷനായി. നികേഷിന് എന്തെങ്കിലും പറ്റിക്കാണോ, അവൻ എങ്ങോട്ടെങ്കിലും സങ്കടം കൊണ്ട് എന്തെങ്കിലും ചെയ്തു, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും നമ്മുടെ നിധിക്ക് വരെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിലെ ഒരു ഇൻട്രോ പ്രൊമോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നികേഷ് ഇത് താങ്ങാനാവാതെ എന്തെങ്കിലും ഇത് ചെയ്യുമോ, അത് മാറി നിൽക്കുകയാണോ, അതോ വിഷമിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണോ, ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ആകെ ഒരു ടെൻഷനും വിഷമവും ഒക്കെ ആയി പോവാണ്. അപ്പോൾ എന്തായാലും നോക്കാം ഇനി വരുന്ന അടുത്ത എപ്പിസോഡിൽ എന്താണെന്നുള്ളത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ആ ഒരു വമ്പൻ ട്വിസ്റ്റിലോട്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.